സാക്ഷാൽ അലക്സ് ഫെർഗൂസന്റെ വാക്കുകളെ ഒരിക്കലും ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്കൊരു മത്സരം വിജയിക്കണോ, അതിന് നിങ്ങളുടെ ഫോർവേഡ് നിര മതി. എന്നാൽ നിങ്ങൾക്കൊരു ടൂർണമെന്റ് വിജയിച്ച് കപ്പടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ഡിഫൻസ് തന്നെ വിചാരിക്കണം. യെസ്, ഡിഫൻസ് അതൊരു കലയാണ്. ദ ആർട്ട് ഓഫ് ഡിഫെൻഡിങ്. ഈ ഒരു കാര്യം തന്നെയാണ് അലക്സ് ഫെർഗൂസന്റെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ടീമിന്റെ ഡിഫൻസ് നിരയുടെ ആ ഒരു വൻമതിലിനെ കുറിച്ചാണ്, നമ്മുടെ അധികായകനെ കുറിച്ചാണ്. ഒരിക്കലേ നിങ്ങൾക്ക് നല്ല ഒരു ഡിഫൻസ് ഇല്ലേ, നല്ല ഒരു താരങ്ങളില്ലേ ഡിഫൻഡറിലേക്ക് കൊണ്ടുവരാൻ? എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ ഡിഫൻസിനൊക്കെ എതിരാളികൾ മറികടന്ന് പോകുന്നത്. ഇത്രക്കും കോമ്പിനേഷൻ ഇല്ലാത്ത, ഇത്രക്കും വർക്കൗട്ട് ഇല്ലാത്ത ഒരു ഡിഫൻസ് നിരയാണോ നിങ്ങൾ നിർത്തിയിരിക്കുന്നത് എന്ന ചോദ്യചിഹ്നം ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് ഇവാൻ വുക്കമനോവിച്ചിന്റെ നേതൃത്വത്തിൽ ആ ഒരു മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് കുത്തുന്നത്. ക്രൊയേഷ്യൻ താരങ്ങൾക്ക് പോലും അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ആ ഒരു ടീമിന്റെ തണലായിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ നമുക്കൊക്കെ അഭിമാനകരമാണ്. എന്തിന് പറയണം, സാക്ഷാൽ ലിയണൽ മെസ്സിയെ പോലും തടഞ്ഞു നിർത്തിയിട്ടുള്ള ഒരു വെൽ ഡിഫൻഡർ മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വരുന്നു. പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നിര എന്ന് പറയുന്നത് ഒരു ഹൈ പവർ ആയിട്ടുള്ള ഡിഫൻസ് നിരയാണ്. ഒരിക്കലും ഒരാൾക്കും മറക്കാൻ കഴിയില്ല 2021-22 ISL സീസണ്. മാർക്കോ എന്ന് പറയുന്ന ഒരു താരം ISLിലെ ഏറ്റവും മികച്ച ഡിഫൻഡർ ആയിട്ടുള്ള ഒരു സീസണ്. ആ ഒരു സീസണിലെ മികച്ച സ്ട്രൈക്കേഴ്സുള്ള പല ക്ലബ്ബുകളും അതുവരേക്കും മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരത്തെ മറികടക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാം, മാർക്കോ ലെസ്കോവിച്ചിനെ മറികടന്നാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിൽ, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റിലേക്ക് ആ കുമ്മായ വരകൾക്കുള്ളിൽ നിന്നും ആ നൈലോൺ വളകളെ നിങ്ങൾക്ക് ചുംബിക്കാൻ കഴിയുക. നിങ്ങൾ അയാളെ മറികടന്നോ എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്തിനു പറയണം, 2021-22 സീസണിലേക്ക് നോക്കൂ. ഹോർമി പാമിനെ പോലെയുള്ള താരങ്ങൾ, ജസൽ കാർണേറയെ പോലെയുള്ള താരങ്ങൾ, നിഷു കുമാറിനെ പോലെയുള്ള താരങ്ങൾ, ഒരുപാട് താരങ്ങൾ ഡിഫൻസ് നിരയിൽ ഭരിക്കാൻ്റെ പ്രധാന കാരണം മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരത്തിൻ്റെ പിന്തുണയാണ്. ഹോർമി പാം എന്ന് പറയുന്ന താരത്തെ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മാറ്റി നിർത്തപ്പെടില്ല. കാരണം ഇപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് സംഭാവന കൊടുത്തിട്ടുള്ളൊരു താരമാണ് ഹോർമി പാം. ഈ ഹോർമി പാമിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അദ്ദേഹം മാർക്കോ ലെസ്കോവിച്ചിൻ്റെ കൂടെ പന്ത് തട്ടി എന്നുള്ളതാണ്. അത് ഒരു അധികായകനാണ് മാർക്കോ ലെസ്കോവിച്ച്. ഇന്ന് അയാളെ പിന്തുടർന്നാൽ, അയാളെ മറികടന്നാൽ മാത്രമേ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് നിറയൊഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉരുക്കു മനുഷ്യനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉരുക്കു മനുഷ്യനാണ് ലെസ്കോവിച്ച്, മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരം. ഇന്ന് അയാൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഫൻസ് നിരയുണ്ട്. മിലോസ് റിൻസിച്ചിനും മാർക്കോ ലെസ്കോവിച്ചിനും കൂടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിഫൻസ് നിര, അത് തകർക്കണമെന്നുണ്ടെങ്കിൽ പലരും ഒന്ന് പാടുപെടേണ്ടി തന്നെ വരും. ഞാൻ മാർക്കോയിൽ കണ്ടിട്ടുള്ള മറ്റൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരം വളരെ ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു താരമാണ്. വളരെ ഹൈറ്റ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ്. പക്ഷേ തൻ്റെ ആ ഒരു ഹൈറ്റ് കൊണ്ടോ തൻ്റെ ആ ഒരു എബിലിറ്റി കൊണ്ടോ ഒരിക്കലും ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അഗ്രസീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു കളിക്കാരനല്ല മാർക്കോ. മാർക്കോയെ സംബന്ധിച്ചിടത്തോളം മികച്ച ടാക്ലിംഗ് ഉള്ള ഒരു കളിക്കാരനാണ്, ത്രൂ ബോൾ കളിക്കുന്ന ഒരു കളിക്കാരനാണ്, വളരെ നല്ല രീതിയിൽ മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് പന്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരു കളിക്കാരനാണ്, ക്ലിയറൻസ് നല്ല രീതിയിൽ വിന്നിങ് ചെയ്യുന്ന ഒരു കളിക്കാരനാണ്. പക്ഷേ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അയാൾ മാന്യനാണ്, എതിരാളികളോട് വളരെ മാന്യതയോടുകൂടി പെരുമാറുന്ന ഒരു കളിക്കാരൻ. പിന്നെ അതിലേറെ മറ്റൊരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ISLിലെ ഏതൊരു താരത്തിൽ നിന്നും വ്യത്യസ്തകരമാക്കുന്നത് മാർക്കോയെ ആ ഒരു കാര്യം കൊണ്ടാണ്. കാരണം മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരം ഒരാളോടും വാക്കുകയറ്റത്തിനോ തൊള്ളത്തല്ലിനോ പോകാറില്ല. വാക്ക് തല്ലിനോ അതല്ലെങ്കിൽ തൻ്റെ ശരീരം കൊണ്ടുള്ള മറ്റ് പ്രവൃത്തികൾക്കോ പോവാറില്ല. കളിക്കളത്തിൽ അയാൾക്ക് എന്ത് സ്ഥാനമാണോ കൊടുത്തത് അത് ഭംഗിയായിട്ട് നിർവഹിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് ചെയ്യാനായിട്ട് മുതിരാത്ത താരം തന്നെയാണ് മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന ഞങ്ങളുടെ ആ ഒരു വൻമതിൽ. ഒരിക്കലേ ഹങ്ബട്ടും ഹോസും സന്ദേശിങ്ങനും അടക്കി ഭരിച്ചിരുന്ന ഒരു ഡിഫൻസ് നിരയിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ വലിയേട്ടനായിക്കൊണ്ട് അയാൾ കടന്നു വന്നിരിക്കുന്നത്. 2021-22 സീസണിൽ ഒരാളെയും മറികടക്കാതെ, ആ നൈലോൺ വലകളെ തന്നെ മറികടക്കാതെ, ചുംബിക്കാൻ അനുവദിക്കാതെ ഫൈനലിൽ വരെ എത്തിച്ചെങ്കിലും ഫൈനലിൽ അദ്ദേഹത്തിന് പെനാൾട്ടി ശാപം കൊണ്ട് ആ ഒരു ട്രോഫി മിസ്സായെങ്കിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു ഹീറോയിസം ഒന്നും ഒരിക്കലും ഇന്ത്യൻ ഫുട്ബോളിൽ ആരും തന്നെ കാഴ്ചവെച്ചിട്ടില്ല. അന്ന് അദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോൾ നൽകിയിട്ടുള്ള ഒരു പേരുണ്ട്, ദ ഇന്ത്യൻ വാൻ ഡൈക്ക്, മാർക്കോ ലെസ്കോവിച്ച്.
ഇങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. കാരണം ഒരു എതിരാളികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറല്ലാത്തവനാണ് മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരം. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും മുതൽക്കൂട്ടാവുന്ന താരമാണ്. ഇന്ന് അദ്ദേഹം വഹിക്കുന്ന പങ്ക് ക്യാപ്റ്റൻസിയാണ്. അഡ്രിയാൻ ലൂണയ്ക്ക് ശേഷം ഒരു ക്യാപ്റ്റൻസി കൊടുക്കാൻ അർഹനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാർക്കോ തന്നെയാണ്. അതിൽ മറ്റൊരു സംശയമില്ല. കാരണം അയാൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പങ്ക് അത് വളരെ വലുത് തന്നെയാണ്. ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോയിൽ അത് പറഞ്ഞാൽ പൂർത്തിയാവുകയില്ല, അത്രമാത്രം വലുത് തന്നെയാണ്. NK ഒസിജാക്ക് എന്ന് പറയുന്ന ക്രൊയേഷ്യൻ ക്ലബിലൂടെയാണ് മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരം തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് പല ക്ലബ്ബുകളിലേക്കും മാറിയെങ്കിലും ക്രൊയേഷ്യൻ നാഷണൽ ടീമിലും കളിച്ചൊരു താരമാണ്. 2021-22 സീസണിലാണ് തൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെൻറ്റുകളിലേക്ക് മാർക്കോ കടന്നു വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വരുന്നു. ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായി മാറുന്നു മാർക്കോ ലെസ്കോവിച്ച്.